ഒഴിവാക്കാനാണ് പറഞ്ഞത്. വൈഫിൻ്റെ അടുത്ത് ഇക്കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ അതായത് വണ്ടിയിലെ ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളിലെ അവൾക്ക് ഭയങ്കര ധൈര്യം കാര്യങ്ങളും എന്നാണ് പറഞ്ഞത്. ആ ധൈര്യം തന്നെയാണ് കേട്ടോ അവൾ പോയി കാണിച്ചത്. ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ അതാ യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒളിച്ചോട്ടം തന്നെയുള്ളൂ അല്ലേ. ഇപ്പോൾ ഇവർ ഫാഷനായിട്ട് കൊണ്ടെടുക്കുക തോന്നുന്നു അല്ലേ പെണ്ണുങ്ങൾ. അപ്പോൾ ഇത് പിന്നെ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒളിച്ചോട്ടം തന്നെയുള്ളൂ. അപ്പോൾ അഖിലിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത് കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. വലിയ ആഡംബരമായിട്ട് വലിയ കല്യാണം കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ അവരെ പിന്നെ വൈഫ് ഒളിച്ചോടി പോയ വീഡിയോസുകളാണ് ഇപ്പോൾ യൂട്യൂബ് തുറന്നല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങൾക്ക് ഇത് എന്തിൻ്റെ കേടാണ്. അത്രയും ലക്ഷറി ലൈഫാണ് കേട്ടോ പിന്നെ അഖിലിൻ്റേത്. 10 മണിക്കൊക്കെയാണ് കേട്ടോ, രാത്രി 2 ദിവസം മുന്നെയാണ് ഈ വീഡിയോ പിന്നെ സംഭവം നടന്നിട്ടുള്ളത്. ഇന്നലെയൊക്കെയാണ് കേട്ടോ യൂട്യൂബിൽ പിന്നെ ഒരുപാട് വീഡിയോസ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്നില്ല കേട്ടോ. അപ്പോൾ എന്താ പറയല്ലെന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാ പറയിപ്പിക്കാനായിട്ടില്ലേ. അവർക്ക് വേണ്ടാന്ന് വെച്ചെങ്കിൽ അവർ ഡിവോഴ്സ് ചെയ്യാണ്ട് അങ്ങനെ പിരിയാന്നല്ലാതെ ഈ ഒളിച്ചോടാനല്ല നിൽക്കേണ്ട ഒരു വലിയ ആവശ്യമുണ്ട് അവർക്ക്. ഇപ്പോൾ അടുത്തിപ്പോൾ ജസ്ന നില്ലിൻ്റെ അവർ പിന്നെ ജസ്നൻ്റെ ഒളിച്ചോട്ടം കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് പിന്നെ എല്ലാവരും കേട്ടും കണ്ടും ചെയ്തിട്ടുണ്ടാവും യൂട്യൂബിൽ കൂടിയൊക്കെ. അപ്പോൾ ഒന്ന് നിന്നിട്ടേ ഉള്ളൂ കേട്ടോ. അവരൊന്ന് പിന്നെ അവളുടെ ഹസ്ബൻഡിനെ കാട്ടിലും എത്രയോ വയസ്സ് കൂടുതലില്ല ആൾ കൂടെയിൽ പോയിട്ടുണ്ടായിരുന്നത്. 2 ദിവസം പോയപ്പോൾ തന്നെ അവൾക്ക് മതിയായിട്ടോ. അപ്പോൾ അവളെ വീട്ടിൽ ഒരു മൂലയിൽ ഇരിക്കുകയാണ്. എൻ്റെ പിന്നെ ഹസ്ബൻഡ് ഒന്ന് തിരിച്ച് വിളിച്ചെങ്കിൽ എന്ന് പറഞ്ഞിരിക്കാണ്ട് ഒറ്റ ഇരുത്താണെന്ന് പറയണേക്കണം കേട്ടോ. അങ്ങനെ വേണമല്ലേ. അങ്ങനെ ഈ ഒളിച്ചോടുന്നവർക്കൊക്കെ ഒന്നൊരു പാടാവണം. ഇങ്ങനെ നല്ലോണം ഒന്ന് പിന്നെ ഒരു പൂതിയും തീരണല്ലേ ഒളിച്ചോടിൻ്റെ പൂതി. ഇപ്പോഴങ്ങൾക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാ. അവർക്ക് ഇപ്പോൾ അതൊരു ഫാഷനായി കൊണ്ടെടുക്കണം മരിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒളിച്ചോട്ടം എന്നുള്ളത് അപ്പോൾ ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ അഖിലുണ്ടല്ലോ, നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ കൊണ്ടെടുക്കണതാണ്. നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററാണ് കേട്ടോ അദ്ദേഹം. പിന്നെ ഭയങ്കര റീച്ചും ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഗൈസ്. അപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ട് വിട്ടുമാറാത്ത അലർജിയാണ്. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ഡോഗ് കാരണമാണ്. ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയ ജാനു എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഡോഗുണ്ട്. അപ്പം ജാനുവിൻ്റെ ഹെയർ കാരണമാണ് ഈ വിട്ടുമാറാത്ത അലർജി എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം മാസ്ക് യൂസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ മാസ്ക് യൂസ് ചെയ്തിട്ടും അലർജിക്ക് വലിയ മാറ്റമൊന്നുമില്ല. അപ്പം എന്ത് ചെയ്യാമെന്ന് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗ് ഒഴിവാക്കാനാണ് പറഞ്ഞത്. വൈഫിൻ്റെ അടുത്ത് ഇക്കാര്യം പറഞ്ഞപ്പോൾ ഒക്കെ ആദ്യം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് അവസ്ഥയിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഞാൻ വേണോ ഡോഗ് വേണോ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു. പിന്നെ ഇവിടെ കൊണ്ട് കളയാൻ പറ്റുമോ? ഗൈസ്, അപ്പോൾ എന്നെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ പട്ടിക്കൂലി മാത്രം അയച്ചെന്നാൽ മതി, ഞാൻ കയറി വന്നോളാം. അച്ഛൻ ടാറ്റോട് പോലെ ടാറ്റാ. എന്നെ ഇപ്പം അടുത്ത കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ വൈഫ് ഒളിച്ചോടിയത് പിന്നെ വീഡിയോസാണ് ഇപ്പോൾ കൂടുതലായിട്ട് യൂട്യൂബിലൊക്കെ കാണുന്നതില്ലേ. അപ്പോൾ അതിൻ്റെ CCTV ദൃശ്യം കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്, എന്ന് കണ്ടോക്കി. അപ്പോൾ അത് കണ്ടില്ലേ ഞങ്ങളത്. ഈ സംഭവം നടക്കണ എപ്പോഴാന്ന് വെച്ചാൽ രാത്രി 10 മണിക്കൊക്കെയാണ് കേട്ടോ. 10 മണിക്ക് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഉറങ്ങിയിട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാ വീട്ടിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എത്രത്തോളം ധൈര്യം നോക്കണം അവക്കില്ലേ ഈ 10 മണിക്കൊക്കെ വിളിച്ചുവിടുക എന്നുള്ളത്. അതും ഇല്ല, കീസും ബാഗും പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ വിളിച്ചുവിടുന്ന വീഡിയോസ് കണ്ടാൽ തന്നെ നമുക്ക് ചിരി വരും. എത്രക്കും മോശപ്പെട്ട ആളുടെ കൂടെയാണോ പിന്നെ വിളിച്ചുവിടുന്നത് തോന്നിപ്പോകും കേട്ടോ. അത്രയ്ക്കും നല്ല ആളാണെങ്കിൽ ഒന്നും എടുക്കേണ്ട, എൻ്റെ കൂടെ പോരെയൊക്കെ പൊന്നു പോലെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുമല്ലോ. അതെല്ലാം പാക്കേജ് ചെയ്തിട്ട് പ്ലാനിങ് ആയിട്ടാണ് പോയിട്ടുള്ളത്. അത്രക്കും കീസും ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒളിച്ചോടിനെ കാണുമ്പോൾ തന്നെ ലൈവായിട്ട് കാണുകയാണല്ലേ. ഒളിച്ചോടെന്ന് പറയണല്ലാതെ ലൈവായിട്ട് ഈ ഒളിച്ചോട്ടം ശരിക്കും കാണാൻ പറ്റുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടാവില്ലേ. അതുമല്ല അവൻ്റെ പിന്നെ അഖിലിൻ്റെ വീട്ടുകാർക്കാണെങ്കിലും ഇപ്പോൾ ഈ വൈഫിൻ്റെ വീട്ടുകാർക്കാണെങ്കിലും ഒക്കെ ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവളുടെ അച്ഛനും അമ്മയെന്ന് വെച്ചാൽ നല്ല ഉദ്യോഗസ്ഥ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അമ്മ ടീച്ചറും അച്ഛന് പിന്നെ വക്കീലും അങ്ങനെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. പക്ഷെ അവർക്കൊക്കെ എത്ര പിന്നെ ഒരു പോരായ്മയും കാര്യങ്ങളും പിന്നെ അത്രയ്ക്കും വിഷമം തോന്നിയിട്ടുണ്ടാവില്ല. എല്ലാം ആൾക്കാരുടെ ഇടയിൽ എത്ര ഇതായിട്ടുണ്ടാവും എന്നുള്ളതാണ്.
അവൾക്കൊക്കെ അത് എന്തിൻ്റെ കേടാണ്. ലക്ഷറി ലൈഫാണ് കേട്ടോ അവൻ്റേത്. അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് കാറൊക്കെയാണ് മേടിച്ചു കൊടുത്തിട്ടുള്ളത്. അത്രക്കും നല്ല ലൈഫാണ് കേട്ടോ. For our wedding anniversary, I need a car as a surprise gift. Okay. You have a surprise, baby. Oh my God, what's it? We will buy this one. Oh, is this a burger shop? But this will be more than 50 lakh. Okay. Don't open your eyes, okay? Here? Okay. Make it fast. But the EMI will be more than 1 lakh. That car was nice. Wow, what a surprise. നല്ല കാശും കാര്യങ്ങളും അവർ 3 ലക്ഷത്തിൻ്റെ ജോലിയൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ ഒഴിവാക്കി യൂട്യൂബിൽ അങ്ങനെ പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല കാശും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയാണ് അഖിൽ. എന്നിട്ടും അവൾ ലക്ഷറി ലൈഫായിട്ട് അവൾ എന്തുകൊണ്ടാണ് പോയത് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. പക്ഷെ അവൾക്ക് പിന്നെ പണവും കാര്യങ്ങളും അത്രക്കൊന്നും വേണ്ടി വരില്ല. പക്ഷേ അവൻ്റെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടോ എന്തോന്നും അറിയില്ല. ഇനി അവൾക്ക് പിന്നെ പോരാന്ന് തോന്നി അങ്ങനെ ചെയ്തതാണോ. എന്നാലും അവർക്ക് ഡൈവേഴ്സ് ചെയ്ത് കണ്ട് ഇങ്ങനത്തെ പരിപാടിക്ക് നിന്നൂടെ, അതുള്ളു പറയാല്ലേ. പക്ഷെ എന്താ പറയല്ലേന്ന് വെച്ചാൽ പിന്നെ വേണ്ട എനിക്ക് വേറെ ആളെ മതി അങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ റിവേഴ്സായി നല്ലതിൽ പോയിക്കൂടെ. അതിന് ഒളിച്ചോടുമ്പോൾ എത്ര വിഷമം കാര്യങ്ങളും ഉണ്ടാവില്ലേ, എത്ര മാനം കേട്ടിട്ടായിരിക്കും നിൽക്കുക. എല്ലാതും പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ പോകണ്ടായി കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ അകല് കൊണ്ടുപോയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് പിന്നെ അവർ ബസ്സിൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ ആ ബസ്സിലത്തെ കണ്ടക്ടറോ ആരോ ആണ് കേട്ടോ. അവന് അനൂപ് എന്നാണ് പേര്. അവൻ്റെ കൂടെയാണ് ഒളിച്ചോടി പോയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവന് വൈഫും കുട്ടികളുണ്ടോ എന്തൊന്നും അറിയില്ല കേട്ടോ. അവന് ഇപ്പോൾ എന്തായാലും ഏതാണെന്നൊന്നും അറിയില്ല. അത്രയ്ക്കും നല്ലൊരു ലക്ഷറി ലൈഫൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ എന്തായാലും ഇനി എത്ര ദിവസത്തിന് എന്തൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ ഇതിനെ കുറിച്ചിട്ടുണ്ടല്ലോ അഖിലിൻ്റെ പിന്നെ അഖിലോ അല്ലെങ്കിൽ അഖിലിൻ്റെ ബാക്കിയുള്ള വീട്ടുകാരൊന്നും ഒരു ഇതും പറഞ്ഞില്ല കേട്ടോ. ഇവരൊരു ഇൻ്റർവ്യൂ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതൊന്ന് കേട്ട് നോക്കി അതിൽ പറയുന്നത് എല്ലാ കാര്യങ്ങളും പിന്നെ അവരെ എങ്ങനെ സ്നേഹിച്ച് കെട്ടിയത് എന്താന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയില്. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്. പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം ഉണ്ടത്. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ സംസാരിച്ചു. അങ്ങനെ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട്. അപ്പോ മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും ഇതുകൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന്. അപ്പോൾ അതായത് വണ്ടിയിലെ ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളിലെ അവൾക്ക് ഭയങ്കര ധൈര്യം കാര്യങ്ങളും എന്നാണ് പറഞ്ഞത്. ആ ധൈര്യം തന്നെയാണ് കേട്ടോ അവളിപ്പോൾ ഈ കാണിച്ചത്. പിന്നെ ഇപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞ് യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഭയങ്കര ആഡംബരമായിട്ട് ഭയങ്കര കല്യാണ പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിട്ടോ എല്ലാ പരിപാടി. അപ്പോൾ ഇവർ പിന്നെ അവൾക്ക് ഭയങ്കര ധൈര്യം കാര്യങ്ങളും നല്ല സ്മാർട്ടായിട്ടൊക്കെ ഉള്ളതാണെന്നാണ് പറഞ്ഞത്. അതാണ് ഇപ്പം നമ്മളിപ്പോൾ ഈ കണ്ടത് അല്ലേ. അവന് ഒരു പിന്നെ ഒരു സംസാരം അധികം കൂടുതൽ സംസാരിക്കും കാര്യങ്ങളും ചെയ്യാത്ത ഒരാളാണ് എനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ഒരു പോരായ്മ അവൾക്ക് ഉണ്ടാവും കേട്ടോ. അതായിരിക്കും ഒളിച്ചോടിയിട്ടുണ്ടാവുക. പിന്നെ കാശും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അവൾക്ക്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും അവർ തമ്മിൽ. എന്താണെന്നുള്ളത് അവർക്ക് രണ്ടുപേർക്ക് അറിയുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണ്ടായിരുന്നു അല്ലേ. അവളിങ്ങനെ ഈ പിന്നെ ഒളിച്ചോടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് പിന്നെ കാര്യം സംസാരിച്ച് എനിക്കിങ്ങനെ അങ്ങനെ പിന്നെ പറ്റില്ല, എനിക്ക് ആവശ്യമില്ല, ഞാൻ വേറെ ആളെ സ്നേഹിക്കുന്നുണ്ട്, വേറെ ആളെപ്പം കൂടെ പോവാന്ന് പറഞ്ഞാണ്ട് ഒക്കെ ഒഴിവാകുമായിരുന്നു. ഈ പിന്നെ ഒളിച്ചോട്ട് ഒഴിവാക്കിയാണ്ടില്ലേ. ഇനി ഒരിക്കലും സ്വീകരിക്കാതെ ഇരിക്കുക. അവന് നല്ലൊരു ലൈഫ് തന്നെ ഉണ്ടാവും. പിന്നെ അപ്പോൾ ഇത് ഇനി ഒരിക്കലും സ്വീകരിക്കരുത്. അവർക്കൊരു പാഠം പഠിയണേ അല്ലേ. നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലത്. അവളിനും ചാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. സ്റ്റേഷനിൽ പറഞ്ഞത് അനൂപിൻ്റെ കൂടെ പോവാന്നുള്ളതാണ്. അങ്ങനെ
പിന്നെ കേട്ടോ. പക്ഷെ അവൻ്റെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടാവില്ലേ, അധികം സംസാരം കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു പാവം മനുഷ്യനാണല്ലേ അഖിൽ. വീഡിയോസും കാര്യങ്ങളും നല്ല, അതേമാതിരി വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. നല്ല തമാശയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നല്ല വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. നല്ല രസമാണ് കേട്ടോ. നല്ല ഫോളോവേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്.